അപ്പ ഫ്ലിപ്കാർട്ടിൽ കണ്ണാടിക്കൊക്കെ നല്ല ഓഫറുണ്ട്. ആ എൻ്റെ ഈ കണ്ണാടി മാറാറായി. ഏത് കണ്ണാടിക്ക് ഏറ്റവും വിലക്കുറവ്? വെള്ളെഴുത്തിന്റെ കണ്ണാടിക്ക് ഏറ്റവും വിലക്കുറവ്. വെള്ളെഴുത്തെങ്കിൽ വെള്ളെഴുത്ത് ഓർഡർ ചെയ്ത മോളെ. പ്രഭാകരൻ എന്നല്ലേ ചേട്ടാ പേര്? അതെ. എന്നാ ഒരു പാഴ്സലുണ്ട്. ഈ പഴഞ്ചിന് ഇനി ആർക്ക് വേണം? മോളെ, പുതിയ കണ്ണാടി വെച്ചപ്പോ അപ്പനെ കാണാൻ എങ്ങനെയുണ്ട്? ചേട്ടന്റെ വീട് തന്നെ ചേട്ടാ, 2 വീട് അപ്പുറത്താ. പുതിയ കണ്ണാടി അല്ലേ മോളെ, കണ്ണുമായിട്ട് പൊരുത്തപ്പെടാൻ ഇച്ചിരി സമയം എടുക്കും. ആഹാ, അപ്പൻ്റെ ലുക്കൊക്കെ അങ്ങ് ആകപ്പാടെ മാറിപ്പോയല്ലോ. എന്നായാലും കൊള്ളാം. ഞാൻ ഇന്നലെ അപ്പനോടൊരു 100 രൂപ മേടിച്ചില്ലായിരുന്നോ? എന്നാ വെറുതെ പേപ്പർ പ്രശ്നം നാളെ പതിക്കുന്നു. പത്രം. ഹോ, പത്രം വായിച്ച കാലം മറന്നു. പുതിയ കണ്ണാടി മേടിച്ചില്ലേ, ഇനി എനിക്ക് എന്തു ആവാലോ. എടാ, പത്രക്കാരൻ നമ്മളെ പറ്റിച്ചടാ. അച്ചടിക്കാത്ത പത്രമാണ് നമുക്ക് തന്നേക്കുന്നേ. അപ്പനാ പത്രം ഇങ്ങനെ കാണിച്ചേ. അപ്പനിങ്ങി വന്നേ, അപ്പനിങ്ങി വന്നേ. ഈ ബോർഡൊന്ന് വായിച്ചേ. പുഞ്ചിരി നഗർ പൈക 4 കിമി. അപ്പനിത് എന്തിൻ്റെ കണ്ണാടിയാ മേടിച്ചേ? വെള്ളെഴുത്തിന്റെ. ആ, ചുമ്മായാണോ? ഇതിൽ വെള്ള അക്ഷരം മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ. എത്രയും പെട്ടെന്ന് പഴയ കണ്ണാടി കണ്ടുപിടിക്കണം. ആവേശം മൂത്ത ഇങ്ങോട്ടും കണ്ട് എറിഞ്ഞ്. വീബ്രാജിനും ഷാപ്പിനൊക്കെ കറുത്ത അക്ഷരമാ. ഓൺലൈനിൽ പുതിയ ഓഫർ വന്നിട്ടുണ്ട്. ചെങ്കണ്ണിനുള്ള കണ്ണാടിക്ക് പകുതി വിലയേ ഉള്ളൂ. അപ്പന് ഒന്നുമില്ലാത്തോണ്ട് രക്ഷപ്പെട്ടു. അപ്പന് വേണ്ടേ വേണ്ട, ഞാൻ എൻ്റെ കൊച്ചിന് മേടിച്ചു കൊടുക്കും. അവളേതായാലും ആ കണ്ണാടി ആ കുരുത്തം കെട്ട ചെറുക്കനും മേടിച്ചു കൊടുത്തേ പിന്നെ അത് കണ്ണും കാണാൻ മേലാതെ എവിടെയെങ്കിലും മര്യാദക്ക് ഇരുന്നോളൂ.